أعوذ بالله من الشيطان الرجيم أعوذ بالله من همزات الشياطين أعوذ بالله من أن يحضرون أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل غم. بسم الله خير الأسماء في الأرض والسماء. الحمد لله اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون. ومنهم من ينظر إليك أفأنت تهدي العمي ولو كانوا لا يبصرون. فإن صار ولكن تعمى القلوب التي في الصدور. صدق الله العلي العظيم. أما والله لو علم الأنام لما خلقوا وما غفلوا وناموا. لقد خلقوا لما لو أبصرته عيون قلوبهم ساحوا وهاموا. ثم قبر ثم حشر وتوبيخ وأهوال عظام. कभी ए नौजवान तदब्बर भी किया तूने वो क्या कर दूं तो तू जिसका है एक टूटा हुआ तारा. तुझे इस कौम ने पाला है आगोशे मोहब्बत में. कुचल डाला था जिसने पाव में ताजे सरे तारा. तमद्दुन आफरीन खल्लाक आई में जहांदारी. वो सहराए अरबियों ने शतरदानों का गहवारा. तुझे अपने को इस्मत हो नहीं सकती कि तू गिरफ्तार वो किरदार. तू भी तू वो सैयारा. गवा दी हमने जो असलाफ से मीरास पाई थी. सुरैया से जमीन पर आसमान ने हमको दे मारा. അധ്യക്ഷൻ, ഈ മദ്രസയുടെ പ്രസിഡന്റ് ഓക്കെ അനീസ് സാഹിബ് അവറുകളെ,
സദർ മുഅല്ലിം, ഇവിടെ നേരത്തെ സംസാരിച്ച ഹംസ ഉസ്താദ് അവറുകളെ, സുബൈർ ഫൈസി, വേദിയിലും സമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല ഒരുപാട് സമയമായി നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഈ മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ കൂടാൻ തുടങ്ങിയിട്ട്, ഇതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. ഇത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടുപോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. ഇവിടെ ജീവിച്ച് കാമിലായി മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇരിങ്ങല്ലൂർ എന്ന ഈ പ്രദേശത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ വന്നത്. കാരണം നിങ്ങളുടെ ആ സന്തോഷത്തിൽ കൂടുക എന്നതിനപ്പുറം ദാറുൽ ഹുദായിൽ എന്നെ ഞാൻ ചെന്ന അന്ന് മുതൽ ഞാൻ തിരിച്ചു പോരുന്ന 12ാമത്തെ വർഷമടക്കം ഓരോ ക്ലാസ്സിലും എന്നെ പഠിപ്പിച്ച വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഫിഖ്ഹും തസവ്വുഫും, ഒരു ഘട്ടത്തിൽ കണക്ക് വരെ എന്നെ പഠിപ്പിച്ച എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് അലി ഉസ്താദ് അവറുകളുടെ നാടാണ് ഈ പ്രദേശം. അതിവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉസ്താദിന്റെ നാടാണ്. അതുപോലെ ഉസ്താദിന്റെ മകൻ, എന്റെ തൊട്ടടുത്ത താഴെയുള്ള ക്ലാസ്സിൽ പഠിച്ചിരുന്ന അബ്ദുൽ ഹസീബ് ഹുദവിയുടെയും നാടാണ്. അതുകൊണ്ടൊക്കെ ഞാൻ വളരെ ദൂരെ നിന്നാണെങ്കിലും സമ്പത്തോടുകൂടെയാണ് ഈ സദസ്സിൽ ഞാൻ സംബന്ധിച്ചിട്ടുള്ളത്. അല്ലാഹു മേൽപ്പറഞ്ഞ രണ്ടാളുകളുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും, അവരുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു മുഴുവൻ നന്മകളും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നീ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരുപാട് കാലത്തെ അഭിലാഷമായിരുന്ന നമ്മുടെ ഹിദായത്തുൽ സുബിയാൻ മദ്രസ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് അരാജകങ്ങളെ സംബന്ധിച്ച്, അധാർമികതകളെ സംബന്ധിച്ച് ഉള്ള സംസാരം പ്രസക്തമാണ്. മദ്രസയുടെ പേര് ഹിദായത്തുൽ സുബിയാൻ. സുബിയാൻ, സ്വബീ എന്ന് പറഞ്ഞാൽ കുട്ടി, സുബിയാൻ കുട്ടികൾ, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളോളം അവരിൽ നന്മ നിലനിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഭൗതിക തലങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ജ്ഞാനങ്ങളെക്കാൾ ഇതിനുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അതാണ്. സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന പല വിഷയങ്ങളും അതിനെ വിമർശിക്കുകയല്ല, ജീവിതത്തിൽ ഒരിക്കൽ പൊതുവായി ബന്ധപ്പെടേണ്ട, അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരാൻ സാധ്യതയില്ലാത്ത ഒട്ടനേകം കാര്യങ്ങൾ ജീവിതത്തിന്, ആത്മധൈര്യത്തിന്, ഒരു സമാധാനത്തിന് അത്തരം ജ്ഞാനങ്ങൾ നമുക്ക് അനിവാര്യമാണ് എന്ന് പറയാം. എന്നാൽ 5ാം വയസ്സ് മുതൽ ഈ കെട്ടിടത്തിന്റെ അകത്തു നിന്ന് നാം നുകരുന്ന, നമ്മുടെ മക്കൾ പഠിക്കുന്ന, നമ്മുടെ പേരക്കിടാങ്ങൾ പഠിക്കുന്ന ആ അറിവുകളുണ്ടല്ലോ, അത് സർട്ടിഫിക്കറ്റ് നേടുവാനുള്ളതല്ല. അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്ലാസ് പഠിച്ചയാളാണ് എന്ന അഭിമാനം പറഞ്ഞതല്ല, അത് ജീവിക്കുവാനുള്ളതാണ്. ഏതുവരെ? ജീവിതാവസാനം വരെ. ഇടയിലൊരു പെൻഷനൊന്നുമില്ല, പ്രായപരിധിയൊന്നുമില്ല.
എപ്പോഴാണോ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം 5ലോ 85ലോ അതിനപ്പുറമോ ആണാവട്ടെ പെണ്ണാവട്ടെ, അവരുടെ ജീവിതമാണ് ഈ ചുരുങ്കൂറുകളിൽ ഈ കെട്ടിടത്തിനകത്ത് നിന്ന് അവർ നേടിയെടുക്കുന്നത്. ഹിദായത്ത്, സന്മാർഗം അതാണ്. തിന്മകൾക്കെതിരായി, അരാജകത്വങ്ങൾക്കും ധാർമ്മികതകളായി നമ്മുടെ മക്കൾ അറിവ് നേടുന്ന, ജ്ഞാനം തേടുന്ന, ഇൽമു പഠിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനാണ് നാം നവീകരണം നടത്തി ഇന്നിവിടെ അതിന്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ മദ്രസാ പഠനം കഴിഞ്ഞവരാണ്. മക്കളെയും പേരക്കുട്ടികളെയുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നവരാണ് എന്നുള്ളവരാണെങ്കിൽ തന്നെയും ഈ ലോകത്ത് നടക്കുന്ന നിരവധി അധാർമികതകളെക്കുറിച്ച് ചിന്തിക്കൽ അനിവാര്യമാണല്ലോ. മനസ്സുകൊണ്ടും നാവുകൊണ്ടും കൈകൾ കൊണ്ടും ആ തിന്മകളെ പ്രതിരോധിക്കാൻ നമ്മുടെ ബാധ്യതയുണ്ടല്ലോ. നമ്മളത് ഏറ്റെടുക്കേണ്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ചരിത്ര പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തെ ജീവിതകാലത്ത് നിരവധി തവണ തന്റെ അടുക്കൽ വന്ന് തന്നെ ഉപദേശിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഒരു ഉപദേഷ്ടാവുണ്ടായിരുന്നു. സൂഫിയായിരുന്നു അദ്ദേഹം. ബഹുലൂൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. താരീഖിന്റെ കിതാബുകളിൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അവമതിക്കപ്പെടുന്നവനും ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെടുന്നവനുമായിരുന്നു. ഖലീഫയോട് കുറിക്കുകൊള്ളുന്ന കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും സ്തബ്ധനാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ഈ മഹാൻ എന്ന് താരീഖിന്റെ കിതാബുകളിൽ കാണുവാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ ബസറയുടെ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറെ കുട്ടികൾ നിന്ന് ഒരു വഴിയിൽ കളിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മാത്രം ഈ കളിയിലൊന്നും ഉൾപ്പെടാതെ മാറി നിൽക്കുന്നു. സ്വാഭാവികമായും ഇദ്ദേഹം കരുതി ഈ കുഞ്ഞിനെ മറ്റുള്ളവർ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവന് കളിയിൽ താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും. കുഞ്ഞിന്റെ അടുക്കൽ പോയി ചോദിച്ചു, മോനെ, എല്ലാവരും കളിക്കുകയാണല്ലോ, നീ മാത്രം എന്താണ് കളിയിലൊന്നും ഏർപ്പെടാത്തത്? ഈ പിഞ്ചുബാലൻ അത്ഭുതത്തോടെയാണ് ചോദ്യകർത്താവായ സൂഫി വര്യന്റെ മുഖത്തേക്ക് നോക്കിയത്. നിങ്ങൾ എന്തായി പറഞ്ഞത്? കളിക്കാനോ? നമ്മൾ കളിക്കാമെന്നവരാണോ? ഞാൻ ഈ കുട്ടികൾ കളിക്കുന്നതാണ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്. മോനെ, പിന്നെ നമ്മൾ എന്തിനു വന്നവരാണ് ഈ ലോകത്ത്? ഈ കുഞ്ഞു പറഞ്ഞു, നമ്മൾ അറിവ് തേടാൻ വന്നവരാണ്. നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വന്നവരാണ്. സൂഫി ചോദിച്ചു, നിനക്കെങ്ങനെയാണ് മോനെ അത് മനസ്സിലായത്? കുട്ടികളൊക്കെ കളിക്കുകയാണല്ലോ, എല്ലാവരും കളിക്കുക ആനന്ദിക്കുകയൊക്കെ ചെയ്യാണല്ലോ, നിനക്ക് മാത്രം എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടവരില്ലെന്നും നമ്മൾ അറിവ് തേടേണ്ടവരും ഇബാദത്ത് ചെയ്യേണ്ടവരുമാണ് എന്ന് മനസ്സിലായത്? ഈ ബാലൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായത് ഖുർആനിലെ ഒരു വചനത്തിൽ നിന്നാണ്. അഫഅതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യരായ നമ്മോട് ചൂണ്ടിക്കാണിച്ച ഒരു വചനമാണെന്ന് ഈ ബോധ്യത്തിലേക്ക് എത്തിച്ചത്. അഫഹസിബതും, മനുഷ്യരെ നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം ഇവിടെ പടച്ചവരാണെന്ന്,
കളിക്കാനും ചിരിക്കാനും ആനന്ദിക്കുവാനും ആഹ്ലാദത്തോടെ ജീവിക്കുവാനും സുഖഭോഗങ്ങളിൽ ഏർപ്പെടാനും മാത്രമാണ് ഈ ലോകത്തേക്ക് നിങ്ങളെ അയച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ജീവിക്കുകയും ചെയ്താൽ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും ഈ നിമിഷങ്ങളെക്കുറിച്ച് മണിക്കൂറുകളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തമ്പുരാന്റെ ഈ ചോദ്യമാണ് എന്നെ ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചത് എന്ന പിഞ്ചിബ് പറയുകയാണ്. ആ സൂഫി ആപത്തിട്ടുപോയി. പടച്ചോനെ, എങ്ങനെയാണ്, ഏതാണ് ഈ കുഞ്ഞ്? ഈ കുഞ്ഞിനെങ്ങനെയാണ് ഈ നന്മ കിട്ടിയ പരിസരമുള്ള ആളുകളോട് അന്വേഷിച്ചു. കുട്ടികൾ കളിക്കുമ്പോൾ കളിയിലേർപ്പെടാതെ മാറി നിൽക്കുന്ന ആ ബാലനാണ്. ആളുകൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട അല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മോനാണത്, ഒരു ബാലനാണത് എന്നപ്പോൾ ബഹുമാനം ഈ സൂഫിയുടെ ജന്മഗതം ചെയ്തത് നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. വൽ അർളുഖീബ് യഖാതുഹു വൽ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഫലഭൂഷ്ടമായ ഭൂമിയിൽ നിന്നാണ് നല്ലത് വിളകൾ ഉണ്ടാകുന്നത്, കട്ടിയുള്ള ധാന്യങ്ങളുള്ള വിളകളുണ്ടാകുന്നത് നല്ല ഫലഭൂഷ്ടമായ ഭൂമിയിൽ നിന്നാണ്. ഉർവരമസരമായ ഭൂമിയിൽ നിന്നാവട്ടെ, ഫലഭൂഷ്ടമല്ലാത്ത ഭൂമിയിൽ നിന്നാവട്ടെ, പതിരുകൾ നിറഞ്ഞ ഉപകര ചെടികൾ ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് ധർമ്മം ചെയ്യാൻ എതിരാകാൻ വന്നവരാണ്, നനം വന്നവരാണ്, തിന്മയെ പ്രതിരോധിക്കുവാൻ വന്നവരാണ്. കേവലം തിന്മയെ പ്രതിരോധിക്കല്ല, ത്തിന്റെ അന്തരംഗങ്ങൾ ഹൈറായ കൊണ്ടുനിറക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും വന്ന നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മൾ ഹയാൽ പോരാ. പിന്നെ ഒരു തിന്മ കാണുമ്പോൾ അസുകൊണ്ട് എതിർക്കുകയല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൈകൾ കൊണ്ടിടണേ. നിങ്ങൾ ഒരരാജകത്വം കാണുമ്പോ, നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങളൊരു തിന്മ കാണുമ്പോ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കുടുംബിൽ ഒരു തെറ്റ് കാണുമ്പോ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു അരുതായ്മ കഴിയുമെങ്കിൽ കൈകൾ കൊണ്ട് നിങ്ങളത് ചെയ്യുക. അതിനില്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞ തിന്മയെ എതിർക്കുക. മോനോട് പറയുക, മോളോട് പറയുക, സഹോദരനോട് പറയുക, ഭാര്യയോട് പറയുക, നാട്ടുകാരോട് പറയുക, അയൽവാസിയോട് പറയുക. ഇതിനല്ലേ തിന്മയെ നിങ്ങൾ മനസ്സുകൊണ്ടതിനെ മനസ്സുകൊണ്ട് ആ തെറ്റിന് നിങ്ങളെ സവാലിക്ക അൽഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ബലഹീനമായ ഭാഗം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലേതാ നടക്കുന്നത്? ചിന്തിക്ക്. ഈ പറഞ്ഞതിൽ ഏതാ നടക്കുന്നത്? ഒരു യാന്ത്രികമായ ജീവിതം. ഈമാൻ ഉണ്ടോ? ഉണ്ട്. പ്രതിഫലത്തിലുണ്ടോ? പറയുന്നില്ല ചൂണ്ടോ? എന്റെയും നിങ്ങളുടെ ഇടത്തിൽ നമ്മളൊക്കെ മുഅ്മിനായി ജീവിക്കുന്നതിന്റെ അടയാളങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ, ശരീരത്തിൽ, പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനീങ്ങളെ, പള്ളിയിൽ 1000 ആളുകൾ നിസ്കരിച്ചാൽ, 1000 ആളുകൾ ഒരു പള്ളിയിൽ
ഒരാളുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കാത്ത ഒരു കാലം വരുമെന്ന് ശഫീഉ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, സ്വീകാര്യയോഗ്യമായ നിസ്കാരം അല്ലേ. 20 ഒരു സദസ് കൂടിയ അവരിൽ മനുഷ്യനെ കാണാൻ കഴിയാത്ത 20 കൂടെ ഒരുമിച്ച് കൂടിയാൽ, ഒരു കല്യാണ നിശ്ചയത്തിന് ഒരുമിച്ച് കൂടിയാൽ, ഒരു സൽക്കാരത്തിൽ ഒരുമിച്ച് കൂടിയാൽ, അല്ലെങ്കിൽ നല്ലൊരു കാണിച്ചു കൂടിയാൽ ഫലം യകുൻ ഫീഹി മൻ യഹാബ്ബു ഫില്ലാഹ്, ആ 20 ആളുകളിൽ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരാളെക്കാളിന്റെ അടുത്തമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്യാനൊരാൾ അവിടെ ഒരു ഫാത്തിഹ ഓതാൻ ആളില്ല. പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളികളിൽ ഇമാമ് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാൾ ആ നാട്ടിലില്ലാത്ത കാലം ഖിയാമത്ത് നാളിന്റെ അൻവർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടെ പള്ളിയിൽ ഇമാമ് പെരുന്നാളിന് ലീവിൽ പോയാൽ, മുഅദ്ദിൻ പെരുന്നാളിന് അനിവാര്യമായി ലീവിൽ പോയാൽ, പിന്നീട് ആ വഖ്തുകൾക്ക് നിസ്കാരത്തിൽ നേതൃത്വം കഴിയാത്ത ഒരാളെ കിട്ടാത്ത കാലം ഖിയാമത്ത് നാളിനോടടുത്ത കാലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലം വന്നോ? ഈ കാലം ആയോ? നമ്മൾ ഈ കാലം പുലർന്നോ? ഈമാനിന്റെ അഹ്ലുകാരെ നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമ്മളൊക്കെ വലിയ നിസ്കാര ഈമാനുള്ള ആളുകളാണ്, മുഅ്മിനീൻ അല്ലേ? ഈമാനിന്റെ അടയാളങ്ങൾ ചോർന്നു പോകുന്ന കാലം. ഞാൻ ചോദിക്കും, ഈ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മുടി മുതൽ അടിവരെ പരിശോധിച്ചാൽ ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? തലമറക്കാതിരിക്കുന്ന മുടി വെട്ടിയ ഓരോരുത്തരും അനിസ്ലാമികമായിട്ടത് വെട്ടിയിരിക്കുന്നു, അങ്ങനെ ഒന്നും പറയല്ലത്. അങ്ങനെ ചിന്തിക്കണ്ട, ആരും അങ്ങനെ ആലോചിക്കണ്ട, അങ്ങനെ പറയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ നാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസഅ എന്ന സമ്പ്രദായത്തെ നിരോധിച്ചു. അപ്പൊ സ്വഹാബികൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, ഖസഅ എന്നില്ല. അവിടുന്ന് പറഞ്ഞു, ബാക്കി ഭാഗങ്ങൾ അവന്റെ തലയിൽ തന്നെ നിർത്തിയിട്ട് ഒരു ഭാഗം പഠിച്ചു കളയുകയും ബാക്കിയുള്ള ഭാഗം അവൻ നിർത്തുകയും ചെയ്യലാണ് ഖസാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിലക്കി. ഒരിക്കൽ കുട്ടി റസൂലുള്ളാഹിയുടെ അടുത്തപ്പോൾ ആ കുട്ടിയുടെ തലമുടിയുടെ രൂപം അവന്റെ മുകളിൽ ഇങ്ങനെ തുങ്ങി നിൽക്കുന്നുണ്ട്, താഴോട്ട് തീരെയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ ചുറ്റുഭാഗത്തുള്ള രക്ഷിതാക്കളെ എടുക്കുകയാണ്, എന്നതിൽ നിങ്ങൾ ഈ കുട്ടിയുടെ തലമുടി പൂർണ്ണമായുക, അതല്ലെങ്കിൽ ആ തലമുടി ഒരിടത്തിൽ എല്ലായിടത്തിലും നിർത്തുക. വിരോധിക്കുന്നതിന് കാരണവും പറയാണ്, ഇത് ജൂതന്മാരുടെ സമ്പ്രദായമാണെന്നും പടച്ച റബ്ബ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിന്തിക്കുക, ചെറുപ്പക്കാരൻ അവന്റെ തലമുടി അലങ്കരിക്കുന്നതാല ആരെ അനുകരിച്ചുകൊണ്ടാണ് തലമുടി അവന്റെ സിനിമ ക്രിക്കറ്റ് താരത്താണോ ഫുട്ബോൾ താരത്തെയാണോ ഏതൊക്കെ രൂപങ്ങളിലുമാണ് പ്രിയപ്പെട്ടവര്? പലപ്പോഴും നമ്മുടെ ഇടയിൽപ്പെട്ടവർ അവരുടെ തലമുടിയെ അലങ്കരിക്കുവാറുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജൂതന്മാരണം നമ്മുടെ തലമുടിയിൽ
3 വയസ്സുകാരനോടുതാവേ നീ ഒരു പക്ഷേ ഞാൻ ഇന്നത് ജൂതന്റെ പണിയാണോ എന്ന് ആലോചിക്കില്ല. അങ്ങനെയായി അവന് ചെയ്യുന്നതും നമുക്കറിയാം. ഒരാളിലേക്കില്ല അത് സംഭവിക്കുന്നതാണ് ജൂതന്ത്രങ്ങൾ അനിങ്ങളിലെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വന്നിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ ആ ഒരു സമയത്തൊക്കെ സാധാരണ പള്ളിയിലൊക്കെ വരുന്ന പരിചയമുള്ള നല്ല ചെറുപ്പക്കാരും നല്ല താടി വെച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും നല്ല താടി, വാമൊക്കെ ഫലവത്തായി. ഉസ്താദുമാര് കുറെ കാലമായല്ലോ താടിയൊക്കെ വെക്കാൻ പറയാൻ തുടങ്ങിയിട്ട് എല്ലാവരും അൽഹംദുലില്ലാ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച ജില്ലയിൽ തന്നെ ഒരു കല്യാണം ഉണ്ടാകും. അതിലെടുത്തപ്പോ പുതിയാപ്പിള ഇങ്ങനെ വരിക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കാണത്തിനല്ല, നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് അതിപ്പോ എവിടെ നമ്മുടെ കല്യാണമായിരിക്കും, പഠിച്ചവനെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളാരും ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ കല്യാണത്തിൽ കൂടിയപ്പോ ആ പാപ്പിളയുടെ കൂടെ ഒരു 15 ചെറുപ്പക്കാരും, എല്ലാരും ഒരേ യൂണിഫോമാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ താടിയൊക്കെ ഇങ്ങനെയുള്ളൂ. അവരൊക്കെ ആ താടിയൊക്കെ പരമാവധി 2 or 3 രോമം അതൊക്കെ ഇങ്ങനെ വിലക്കിയിട്ട് ചില ആളുകൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കറുത്ത ഷർട്ടും മുണ്ട് പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു കോലം. അങ്ങനെ ചില കുട്ടികളൊക്കെ ഈ സദസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ ചീത്ത പറയല്ലോ കേട്ടോ, എന്നോട്ടാണ് നിങ്ങൾ മടക്കി കുത്തിയിട്ട് ഇങ്ങനെ സ്റ്റൈൽ. എന്റെ അടുക്കൽ ഒരാളോട് ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഒരു കോലം എല്ലാം ഉണ്ടല്ലോ, എന്തൊരു പ്രത്യാണല്ലോ. ആ ചെറുപ്പക്കാരൻ ഈ ലോകത്തൊന്നും അലിക്കുന്നത് അത് പുതിയ ഇറങ്ങിയതായിരിക്കുന്ന ഒരു സിനിമയിലുള്ള നായകന്റെ സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മുടെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ കണ്ട താടി ബഹളിന്റെ ഇഫക്റ്റ് കൊണ്ടുണ്ടായ താടിയല്ല, സിനിമ കണ്ടിട്ടുണ്ടായ താടിയാണ്. എല്ലാവരും പറയുന്നത് അങ്ങനെ വെച്ചുപോയിരിക്കുകയാണ്. താടി വെക്കല് തെറ്റല്ലല്ലോ, കറുത്ത കുക്കല്ലല്ലോ, വെള്ളമുണ്ട് കുറയല്ലേ വേണ്ടത്. നിങ്ങൾ വെള്ളം നല്ലതാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ ആളുകളെ നിങ്ങൾ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യണമെന്ന് സയ്യിദ് മുഹമ്മദ് മുസ്തഫ. ആ രണ്ടാമത്തെ കാര്യത്തിൽ ഈ വിട്ടുവീഴ്ച വരുത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാകണമെന്ന് എനിക്കറിയില്ല. മൗത്താക്കും മരിച്ച ഏതെങ്കിലും ആളെ കള്ളിയിലോ കളർ വസ്ത്രത്തിലോ കഫൻ ചെയ്ത് സുന്നത്ത് നമ്മൾ ധരിക്കുകയും മരിച്ചാൽ അത് ധരിപ്പിക്കുകയും ചെയ്യാന്നുള്ളതാണ്. തെറ്റല്ല. താഴൊക്കെ ഈ പറഞ്ഞതൊക്കെ തെറ്റാകുന്നത് എപ്പോഴാണ്, പാപമാകുന്നത് എപ്പോഴാണ്? അനണീയനല്ലിയുടേതാകുമ്പോഴാണ്. അനുകരണീയനല്ലാത്ത ഒരു മുഅ്മിനിനെ അനുകരിക്കുവാൻ മുഅ്മിൻ അനുകരിക്കേണ്ടതാരെയാണ്, സ്വീകരിക്കാൻ ശ്രമിക്കേണ്ടതാരെയാണ്. കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അതുകൊണ്ടത് ആഗ്രഹിക്കുന്നവരെ, അത് സ്വീകരിച്ചവരെ, അങ്ങനെ ധരിക്കുകയും അതിൽ താനവരെ നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. നിങ്ങൾ തൗബ ചെയ്യേണ്ടവരാണ്. വിചാരിക്കുവതാരമാണ് അല്ല കേട്ടോ, അത് മതിയല്ലോ. അല്ലാഹുവിന്റെ ദീനിന്റെ ഈ ചട്ടക്കൂടിൽ നിന്ന് പലപ്പോഴും നമ്മൾ ബഹിഷ്കൃതരാകാൻ വരെ അത്തരം കാര്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ ആയിരുന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും അത് തന്റെ നിയമമാക്കിയാൽ, അത് തന്റെ മാർഗമായി സ്വീകരിച്ചാൽ അപകടമാണ് ചെറുപ്പക്കാരെ. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ഞാൻ പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാരൻ അങ്ങനെ സ്വീകരിച്ചവനാകരുത്. അവൻ അതിനെ പ്രതിരോധിക്കാനാണ്, ഉപേക്ഷിക്കേണ്ടവനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിലും അത്തരം വസ്ത്രങ്ങൾ നമ്മെ കൊന്നത് ഇവിടേക്കാണ്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നിർബന്ധമായ കാര്യമാണ്, സുന്നത്താണ്. പല ഘട്ടങ്ങളിലും നല്ല വസ്ത്രം ധരിക്കുന്നത് അല്ലാഹുവിന് പ്രിയകരമായ കാര്യവുമാണ്. ചെളിയായ വസ്ത്രം, ചുളിഞ്ഞ വസ്ത്രം അതല്ല. നല്ല
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ചോദിച്ചത്, നബിയേ, ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കലും കാലിൽ നല്ല ചെരുപ്പിടലുമാണോ നബിയേ ധൂർത്ത്? അതല്ല ധൂർത്ത്, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ. അല്ലാഹു തആല നിങ്ങളങ്ങനെ സൗന്ദര്യത്വം നടത്തുന്നുള്ള ആളല്ല. എന്താ പ്രശ്നം? ഈ നടന്റെ വസ്ത്രം ധരിക്കുക, അതുപോലെ പ്രശസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുക, പ്രശസ്തി ഉടകൾ ധരിക്കുക. ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന സിനിമയിലുള്ളതാണ്, ഇത് ഇന്ന സിനിമാ നടൻ ധരിച്ചതാണ്, ഇത് ഇന്ന നടി ധരിച്ചതാണ്, അല്ലേ? ടെക്സ്റ്റൈൽസുകളിലൊക്കെ പോയാൽ ചില സിനിമയുടെ പേരുകളിൽ തന്നെ കുട്ടികളുടെ വസ്ത്രങ്ങൾ പോലും കിട്ടും. ഹദീസിദാ മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയാ, ആരെങ്കിലും ഐഹികമായ ലോകത്ത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അൽബസഹുല്ലാഹു ഫിൽ ആഖിറ, അല്ലാഹു തആല അവനെ നാളെ പരലോകത്ത് നിന്യതയുടെ വസ്ത്രം ധരിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഈ ഷർട്ടിടുമ്പോൾ ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ നമ്മൾ ആലോചിക്കണം. ഗൾഫിൽ നിന്ന് ടീഷർട്ട് ടെക്സ്റ്റൈൽസുകളിൽ പോയാൽ നല്ല ടീഷർട്ടുകൾ കിട്ടും. ചെറുപ്പക്കാർ ചിന്തിക്കണം, എന്താണ് അവരുടെ പിന്നിൽ എഴുതി ടീഷർട്ടുകൾ അവരിക്കുമ്പോ അവരറിയുന്നില്ല. അവരാ വെല്ലുവിളിക്കുകയാണ്, അവർ ദീനിന്റെ സംസ്കാരത്തെ ഇകഴ്ത്തുകയാണ്. എന്റെ സംസ്കാരം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പലരും ഇത്തരം ടീഷർട്ടുകൾ ധരിക്കുന്നത്. അതിന്റെ ഡെവിൾ എന്ന ടീഷർട്ടുകൾ ധരിക്കുന്നത് എങ്ങനെയാണ്? ഡെവിൾ എന്ന് പറഞ്ഞാൽ പിശാച്, ബാഡ് ബോയ് എന്നെഴുതിയ ടീഷർട്ട് ധരിക്കാൻ കാരണം എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ചെഗുവേരയുടെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട ടീഷർട്ട് ധരിക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത്? അൽബസഹുല്ലാഹു സൗബ മസൽതിൻ ഫിൽ ആഖിറ, അല്ലാഹു അവനെ പരലോകത്ത് നിന്യതയുടെ വസ്ത്രം മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലു ആവേശോടെ, മുഹമ്മദ് മുസ്തഫ അല്ലേ? ഞാൻ നിങ്ങളെ ഒഴിവാക്കണം എന്നുള്ള അർത്ഥത്തിൽ പറയല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ വസ്ത്രങ്ങളിൽ അധികവും വിദേശി വസ്ത്രങ്ങളാണ്, അല്ലേ? നമ്മുടെ സ്വഭാവങ്ങൾ ഒക്കെ വൈദേശികമായ ഒരു സ്വാധീനം അതിന് വല്ലാതുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി ഇങ്ങനെ ഈ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തപ്പോ ഇദ്ദേഹം ഒരിക്കലിങ്ങനെ സഞ്ചരിക്കുമ്പോ അദ്ദേഹത്തോട് ഒരു ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ എല്ലാ വിദേശവും ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ധരിച്ചിരിക്കും ഷൂ, അത് വിദേശിയാണല്ലോ, അത് ബ്രാൻഡഡ് ആണല്ലോ, വലിയ പുറത്തുനിന്ന് വരുത്തിയതാണല്ലോ. ഇദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ശരി, അതുമാത്രമേ ഉള്ളൂ, ഞാൻ കാലിനടിയിലാണ് അതിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. ചിന്തിക്കുക, രൂക്ഷമായിട്ട് വിമർശന, പക്ഷേ നമ്മളിലൊക്കെയുള്ള സ്വാധീനം. നിങ്ങൾ ജീൻസിനെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തു നോക്ക്. ആളുകളൊക്കെ ഇവിടുന്നാണ് ഈ വരുന്നത് എന്ന് കുരുന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. പടച്ച റബ്ബേ, അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ പെരുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കാന്ന് മാത്രം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ജീൻസിനെ കുറിച്ച്, എങ്ങനെയാണത് ഉണ്ടായത്. ആ ജീൻസ് കാര്യം ഓർക്കുന്നില്ല, നെറ്റിലൊരിക്കലും ആള് അത് കാണണം. നിങ്ങൾ അതിശയോക്തിയായി ആരെങ്കിലും എഴുതിയതാണെന്നൊന്നും അറിയില്ല. ഏറ്റവും വലിയ വിശ്വാസയോഗ്യമായ കാര്യമായിട്ട് പറയില്ല, എന്നാലും ഏറെക്കുറെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അത് കണ്ടെത്തിയ ആള് വീട്ടിൽ ദരിദ്രനായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം അലക്കാൻ ലഭിക്കും. നാളെ സ്കൂളിൽ പോകണമെങ്കിൽ അലക്കിയ വസ്ത്രം വേണം. അതൊക്കെയാണ് പടച്ച തമ്പുരാനെ അള്ളാഹിനെ വിളിച്ചോന്ന് അറിയില്ല. അദ്ദേഹം എങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും അലക്കാൻ കഴിയാത്ത ഒരു വസ്ത്രം, അലക്കാൻ ആവശ്യമില്ല ഒരു കണ്ടെത്തിയാൽ അത് നല്ല സൗകര്യമാവുമല്ലോ. ആലോചിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ജീൻസൊക്കെ എല്ലാ ദിവസവും അലക്കുന്ന ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അന്ന് അദ്ദേഹത്തെ കണ്ടെത്തിയതാന്നാ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? നമ്മുടെ അല്ലേ?
ചിന്തിക്കുക. നിസ്കരിക്കും ചെറുപ്പക്കാര്. നിസ്കരിക്കുമ്പോ ഈ ജീൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് പലപ്പിക്കുന്ന ഒരു വസ്ത്രമാണ്. ആണോ? ഇവിടെ ആരും ജീൻസ് ഒന്നും ഇടുന്നവരില്ല. പടച്ച റബ്ബ്. എന്നാലും ചിന്തിക്കാലോ. കാരണം വേറൊരു പ്രശ്നം കൂടെ നമ്മുടെ ശരീരത്തിനുണ്ട്. പഴയ കാലത്തൊക്കെ എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നാ പറഞ്ഞിരുന്നത്. ഇന്ന് എരിയുന്ന പൊരിയുന്ന വയറല്ല, എന്നിങ്ങനെ വീർത്തു വരുന്ന വയറാണ് എല്ലാവരുടെയും പ്രശ്നം. നടത്തമല്ല, എക്സസൈസും ഇല്ല, പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നിട്ടല്ല വരും, വാഹനം എല്ലാവർക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ അവര് സംഗതി എന്ന് പറഞ്ഞാൽ വയറ് വീർക്കുക, വലിയ ഉണ്ടാവുക, വയറുണ്ടാവുക, അത് ചുരുക്കാനുള്ള പരിശ്രമമാണ്. അതും കൂടെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ പാന്റ് അവർ ധരിക്കുന്നത് പൊക്കിളിന്റെ ഒരുപാട് താഴെയായിരിക്കും. ചെറുപ്പക്കാരുടെ കാര്യം ആൺകുട്ടിക്കാരി. സദസ്സിലൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നതായി, ഞാനൊന്നും അങ്ങനല്ല, നിങ്ങളെ കുറിച്ചല്ല പറയുന്നു വിചാരിച്ചാൽ മതി. അങ്ങനെ സാധാരണ ഷർട്ടൂട്ട് നിസ്കരിക്കുമ്പോ എങ്ങനെയാണ് ഈ നിസ്കാരാവുക? ജുമാക്ക് പോയിരുന്നോ? പോയിരുന്നു. ജുമാ സഹിയായിട്ടില്ലേ? നിര്യാണയുടെ താഴോട്ടിറങ്ങുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശ്രദ്ധയുമില്ലാതെ ഒരാലോചനയുമില്ലാതെ എന്റെ ജീവമായി കണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാൻ പറയുകയില്ല, എന്റെ കൂട്ടുകാരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയും. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ഉദ്ഘാടനം കഴിഞ്ഞ് അന്നത്തെ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എന്നെങ്കിലും വരുമ്പോ ഏതാനും മണിക്കൂറുകൾ നമ്മൾ ഈ സംസാരിച്ചതിന്റെ എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ. നജസിലേക്ക് നമ്മുടെ വസ്ത്രം പോകുമ്പോ, മൂത്രപ്പുരയിൽ നമ്മുടെ ബാൻഡിലും നമ്മുടെ ജീൻസിലും നമ്മുടെ വസ്ത്രത്തിലുമൊക്കെ നജസാകുമ്പോ നമ്മളിങ്ങനെ സഹീഹാവാനാണ്. അപ്പൊ പിന്നെന്താ മാർഗം? അതിൽ ശ്രദ്ധ പുലർത്തുക, നജസാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്റെ ഔറത്തൊരിക്കലും മറക്കാതെയല്ല ഞാൻ നിസ്കരിക്കുന്നത്, ഔറത്ത് മറക്കുക എന്ന ഷർത്ത് ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് തുണി ഉടുക്കുന്നവരും നിസ്കരിക്കുന്നവരും തീർത്തും അവർ ഉറപ്പുവരുത്തുക. അങ്ങനെ ഇബാദത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ നമ്മുടെ കൂടെയുള്ളൂ? ഈ നിസ്കാരങ്ങളും ഈ ചില്ലറാമലുകളുമല്ലേ നമ്മുടെ കൂടെയുള്ളൂ? അള്ളാഹാന്മാരായ പ്രവാചകന്മാരെ പോലെ ധർമ്മസമരത്തിൽ ഏർപ്പെടാൻ നമുക്ക് വല്ലോ? സുറാമിനെ പോലെ മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ് ഹിജ്റ പോകാൻ നമുക്ക് വകുപ്പില്ലല്ലോ. അതുപോലെ വീടൊഴിവാക്കാനും കുടുംബം ഒഴിവാക്കുവാനും കഠിനമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുവാനും പ്രയാസങ്ങൾ സഹിച്ച റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാനും നമുക്ക് സാധ്യമല്ല. ഈ ഘട്ടത്തിൽ അല്ലാഹു നിങ്ങൾക്ക് മോചാനുള്ള മാർഗം എന്താണ്? ഈ കൊച്ചു കൊച്ചു നിസ്കാരങ്ങൾ, ഈ അല്പസമയത്തെ ഇബാദത്തുകൾ, ഈ വാളിന്റെ മജ്‌ലിസിൽ വന്നുള്ള ഇരിക്കലുകൾ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ എങ്കിൽ ഉള്ളത് നമ്മൾ ചെയ്യുക, ശ്രദ്ധാപൂർവം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നോക്കുക, ഇനി അങ്ങനെ ആണിനോടും കൂടെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിമാനി മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ അവകാശികളാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്റെ ജീവിതകാലത്തവർ എന്നില്ല, മക്കയിലില്ല, മദീനയിലില്ല. ഒന്നതാണ് വാന്റെ ആയുധങ്ങളുമായി ജനങ്ങളെ ആക്രമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അധികാരം കിട്ടിയാൽ ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണ്. ഓഫീസറാണ്, പഞ്ചായത്ത് സെക്രട്ടറിയാണ്, അതല്ലെങ്കിൽ ഉദ്യോഗമെടുക്കുന്നവനാണ്. ജനങ്ങളെ സേവിക്കേണ്ടതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്നവനാണ്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് നാളെ ചെന്നാൽ അടുത്ത ദിവസം വാ, അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാ. ക്രൂരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരും അധികാരികളും, പോലീസ് ഉദ്യോഗസ്ഥനായാൽ ക്രൂരമായി പെരുമാറുന്ന സ്വഭാവമുള്ളവർ, തന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ അഹംഭാവം കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭാഗം, അവരാണ് ഒന്നാമത്തെ വിഭാഗം. ഇലമ്മറഹുമാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അവരെ. അല്ലേ? ആധുനിക യുഗത്തിന്റെ ഒരു അരാജകത്വമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തില്ല, സ്വഹാബിയുടെ കാലത്തില്ല. അവരാലത്ത് എന്താ ഉള്ളത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കുറെ ആളുകൾ ഇരുന്ന് ഉറങ്ങാണ്.
മാഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹ് പറഞ്ഞു വിളിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 മണിയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് മുഖം കാണുന്നത് മനസ്സിലാകുന്നത്. ഉറങ്ങുന്നുണ്ടോ? കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാണെങ്കിലും മഴയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ എത്ര ഉഷാറായിട്ട് ഉറങ്ങുന്നതാണ് ഞാൻ ആലോചിച്ചു. ഈ പന്തലെന്നെ മഴയെ പ്രതീക്ഷിച്ചിട്ടാണ്. പന്തലിട്ടിട്ടില്ലെങ്കിലേ മഴയുള്ളൂ അല്ലെ. പന്തലിട്ടിട്ടില്ലെങ്കിൽ ഉഷാറായി പോയി. പന്തലിട്ട ഒരു സ്വലാത്ത് ചെല്ലും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്കും അശ്രദ്ധയൊക്കെ പൂർണ്ണമായിട്ടും പോയ ആള് അല്ലാഹ് കുറെ ആള് നിന്ന് വേള വെക്കുവോ പടച്ചോനെ. അല്ലാഹു എല്ലാവർക്കും ഇഖ്ലാസും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഈമാനികമായ ആവേശമായിട്ട് അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അന്നതില്ല. അന്നങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ മുഹമ്മദ് ബിൻ മസ്ലമ എന്ന റസൂലിന്റെ സ്വഹാബിയോട് ഒരിക്കൽ ചോദിച്ചു. മുഹമ്മദ് ബിൻ മസ്ലമ എങ്ങനെയുണ്ട് എന്റെ ഭരണം? ഒരു അഭിപ്രായം ചോദിക്കുമല്ലോ. വാളോ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വാള്, പാട്ട് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്, എന്നിരിക്കുന്നത് പോലെ പറഞ്ഞു. ഒരു വിലയിരുത്താൻ വേണ്ടിയാണ് എങ്ങനെയുണ്ട് എന്റെ ഭരണം. അപ്പോ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ബിൻ മസ്ലമ എന്നുള്ളവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ വീട്ടിൽ നിന്ന് ഉമറേ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം ഇന്ന സമയത്ത്. ഉമർ ചെന്നപ്പോ മസ്ലമ പറഞ്ഞു, ഉമർ ഒരു മിനിറ്റ് ഇരിക്ക, ഒരു മിനിറ്റ്. മസ്ലമ മുഹമ്മദ് വീടിന്റെ ഉള്ളിലേക്ക് വാളെടുത്ത് കൊണ്ടുവന്നു. ആ വാളിങ്ങനെ ഉരുവയാണ്, മൂർച്ച കൂട്ടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉമറേ ഇതുപോലെയുള്ള വാളുകൾ അടിയിൽ വിൽക്കപ്പെടുന്നിടത്തോളം കാലം, ഇതുപോലെയുള്ള അങ്ങാടി ഈക്കപ്പെടുന്നിടത്തോളം കാലം എങ്ങനെയാണ് ഉമറേ നിൽക്കാതിരിക്കുക? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതായത് നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വാളുകൾ അങ്ങാടിയിൽ കിട്ടുന്നുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ ശരിയാക്കൂലേ? പിന്നെ അഭിപ്രായം ചോദിക്കാൻ ലം അറ അവരെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവർ അല്ലേ. ഇത് തിന്മ, ഇത് അഹംഭാവത്തിന് യോജിക്കുന്നവരല്ല. ഇത്തുൽ മുഖദ്ദസ് കീഴടക്കിയാര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ സൈന്യാധിപൻ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഉറക്കം വരുന്ന ആളുകളൊക്കെ ഒന്ന് ഉറക്ക റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ മതി. സയ്യിദുനാ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഖലീഫയെ ഇലിയായിലേക്ക്, ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ക്ഷണിച്ചു. ഖലീഫ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഉമർ തങ്ങളെ വിവരം കൊടുത്തു, ഞാൻ ഇന്ന ദിവസം എത്താൻ തീരുമാനിച്ചു. ആ ദിവസം ഖുദ്സിന്റെ മണ്ണ് നിറയെ ആളുകൾ അമീറിനെ കാണാൻ വേണ്ടി കാത്താണ്. ആരൊക്കെ? ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഉമറിന്റെ കയ്യിലാകെയുള്ളത് ഒരു ഒട്ടകം മാത്രമാണ്. കൂടെയുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭൃത്യമുണ്ട്. ഇവർ രണ്ടുപേരും പോകുന്നത് എങ്ങനെയാണ്? ഭൃത്യനോട് ഖലീഫ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത്ര ദൂരം നീ കുതിരപ്പുറത്ത്, ഒട്ടകപ്പുറത്ത്, അപ്പൊ ഞാൻ നടക്കാം, അതഴിഞ്ഞ് ഞാൻ കയറാം, അപ്പൊ നീ നടക്കുക. അങ്ങനെ കിലോമീറ്ററുകളോളം അവരിങ്ങനെ യാത്ര ചെയ്ത് നിശ്ചിത ദിവസം അവർ ഖുദ്സിൽ നിൽക്കുകയാണ്. ദൂരെ നിന്ന് അബൂ ഉബൈദ കണ്ടു ഖലീഫ വരുന്നത്. കുതിരപ്പുറത്തുള്ളത്, ഒട്ടകപ്പുറത്തുള്ളത് ഖലീഫയല്ല എന്ന് മനസ്സിലായി. ഓടിപ്പോ ഖലീഫയെ കാണുന്നത് കുതിരപ്പുറത്ത് നിന്ന്, ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് ചെരിപ്പിങ്ങനെ കയ്യിൽ പിടിച്ചു നടക്കുന്നതായിട്ടാണ്. വസമാണെങ്കിലാകോ അബൂ ചോദിച്ചു, ഖലീഫ ഇതെന്താ? നിങ്ങളുടെ ഭൃത്യനെ ആ ഒട്ടകപ്പുറത്ത് നിന്നിറക്കിയിട്ട് നിങ്ങൾക്കതിന്റെ മുകളിൽ കയറിക്കൂടെ? നിങ്ങൾ ചെരുപ്പ് ഞാൻ പിടിക്കാം, നിങ്ങളുടെ വസ്ത്രങ്ങളൊന്ന് മാറിക്കൂടെ? വേണ്ട അബൂ ഉബൈദ, ഒരിക്കലും അത് ചെയ്യേണ്ടതില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു
പറയുകയാണ്, എന്താണ് അബൂ ഉബൈദ നിങ്ങൾ പറയുന്നത്? നമ്മളൊക്കെ ഇരിപ്പ് കൊണ്ട് വലുതാകണമല്ലോ, വസ്ത്രം കൊണ്ട് വലുതാകുന്നവരല്ലല്ലോ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളെയൊക്കെ അല്ലാഹു തആല ഇസ്ലാം കൊണ്ടല്ലേ വലുതാക്കിയത്. നമ്മളൊന്നുമില്ലാത്തവരായിരുന്നില്ലേ? നമ്മൾ നാടില്ലാത്തവരല്ലേ, ഭരണമില്ലാത്തവരല്ലേ, നമ്മൾ വീടില്ലാത്തവരല്ലേ? ഇസ്ലാം കൊണ്ടല്ലേ അല്ലാഹു നമ്മെ ഇസ്സത്തിലാക്കിയതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതോ ഒന്നാമത്തെ വിഭാഗം ക്രൂരന്മാരായ. രണ്ടാമത്തെ വിഭാഗം ഏതാ? വനിസാ. രണ്ടാമത്തെ പെണ്ണുങ്ങളാണ്. കാസിയാത്തും അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ആരിയാത്തും അവർ നഗ്നരാണ്. പറയാണ് എന്റെ കാലത്ത് അവരില്ല, അതല്ലെങ്കിൽ മറ്റൊരർത്ഥം ഞാനവരെ കാണാതിരിക്കട്ടെ. അത്രയും മോശമായി. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നരാണ്, ബാക്കി നഗ്നരാണ്, അല്ലെങ്കിൽ അകം കാണുന്ന വസ്ത്രം ധരിക്കുന്നവരാണ്, തലമുറരാണ്, ഉറപ്പ് കാണിക്കുന്നവരാണ്. ലമ്മറഹുമാ, ഞാൻ അവരെ കാണാതിരിക്കട്ടെ. ഭാര്യ, മകൾ, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി, ഇവരൊക്കെ എങ്ങനെയാണ് ധരിക്കുന്നത് എന്നൊന്ന് ആലോചിക്കൽ ഈ സമയമാണ്. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് നമ്മളാണ്, മക്ക് വസ്ത്രം വാങ്ങിക്കാണ് അല്ലേ? ചിന്തിക്കുക. ആരിയാത്തും ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലമുടി കെട്ടിവെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പെണ്ണിനെന്താ കിട്ടുക? ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കില്ല. വലാ യജ്ബുന റീഹഹാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടൂല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച തമ്പുരാനെ, പിന്നെ എന്തിനാ ഈ പണിയെടുക്കുന്നത്? പിന്നെയാണ് നമ്മുടെ ഈ കഷ്ടപ്പാട്, പിന്നെയാണ് നമ്മുടെ ഈ ദാനങ്ങൾ. ചിന്തിച്ചു നോക്കുക. അപ്പക്കാരും പെൺകുട്ടി എല്ലാവരും ആലോചിക്കുക, റബ്ബേ എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ ആയ ദീനിന്റെ ചട്ടങ്ങൾക്കനുസരിച്ചാണോ? വലിയ പ്രയാസാണ്, വലിയ പ്രയാസാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കൽ ഖാബിദി അലൽ ജംരി, കൽ ഖാബിദി അലൽ ജംരി, കനലിങ്ങനെ കയ്യിൽ പിടിക്കുന്ന പ്രയാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ മോമിനീങ്ങളെ, ഒരു തീക്കല്ല് പിടിക്കാമില്ല. ഒരു തീക്കനൽ പിടിക്കുന്ന ബുദ്ധിക്കും ദീൻ ജീവിതത്തിൽ പാലിക്കലെന്ന് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ റസൂലാണ് ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ. വമുഹഖിറാത്തിൽ ദുനൂബ്, പാപങ്ങളെ നിങ്ങൾ നിസ്സാരമാക്കുന്നത്. ഇത് വളരെ വലിയ ഒരു ശ്രദ്ധയാണ്. ജഗത്തങ്ങൾ ഏർപ്പെടുക, അധാർമികതകൾ ചെയ്യുക, നിസ്സാരമായിട്ട് കാണാം. ഉദാഹരണം ഞാൻ പറയട്ടെ. അല്പത്തെ നമ്മുടെ ഇടയിൽ ഏതെങ്കിലും ആൾ മരിച്ചു കഴിഞ്ഞാൽ പ്രധാനിയായ നാട്ടിലെ ഉസ്താദ് ഈത്തിന്റെ മുമ്പിൽ വെച്ച് ചെറിയൊരു പ്രസംഗം നടത്തും. എന്നിട്ടതിനിടയിൽ പറയും, ഈ മയ്യിത്ത് ആരോടെങ്കിലും പ്രവർത്തിയാലോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതാ മയ്യിത്ത് എന്നൊരു വാക്കുണ്ട്. പഴയ കാലത്ത് സാമായി വല്ലതുമുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ വാപ്പയുമായിട്ട് ബന്ധപ്പെടണം. മരിച്ച ആളുടെ ബന്ധുക്കളെ പറയും. കുറെ കഴിഞ്ഞാൽ കുഞ്ഞഹമ്മദ് ആക്ക വരും, മോന്റെ അടുത്ത് വാപ്പ 500 രൂപ വാങ്ങിയിരുന്നു. യാ അല്ലാഹ് 500 രൂപ.
അടുത്ത ആള് വരും 10,000 റുപ്യ വാങ്ങിയിരുന്നു. 10,000 റുപ്യ ചോദിക്കണോ കാശ്. മൊത്തം ബാപ്പായുടെ കടം ഒരു കടലില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ കാലത്തല്ലല്ലോ, ഈ കാലത്തിന് തന്നെയാണല്ലോ പറയാറുണ്ടല്ലോ ഞങ്ങളൊക്കെ. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ആളുകൾ മക്കളോട് എനിക്ക് ബാപ്പ ഇത്ര തരാനുണ്ടെന്ന് പറയോ? അപ്പോ എന്തേ കാര്യം? ബാപ്പാന്റെ കടം വ്യക്തികളുമായി പലരും കടം വാങ്ങിക്കുന്നത് ബാങ്കുകളിൽ നിന്നാണ്, ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ്, മുത്തൂറ്റിൽ നിന്നാണ്, മണപ്പുറത്ത് നിന്നാണ്. ഗോൾഡ് ലോൺ സ്ഥാപന ബോർഡുകളും നമ്മുടെ നാടുകളിൽ മുളച്ചു കൊണ്ടുകയാണ്. ബോർഡല്ല, കാരണം ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഒക്കെ അതിന്റെ ബോർഡുകൾ എത്രയ്ക്കും. എന്നാൽ ഫൈനാൻസ് സ്ഥാപനങ്ങളുടെ ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര വലിയ നീളമുണ്ടാകും അതിന്. എന്നാലോ എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കടം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കുക. 18 വയസ്സുകാരന് കടക്കാരനാണ്. എത്ര രൂപയുടെ കടമുണ്ട്? 50 കടമുണ്ടവന്. ഇന്നത്തേക്ക് കടന് അവന് 2 3 കൊല്ലത്തേക്ക് കടമുണ്ടവന്. ഓരോ മാസവും അവൻ കൊടുക്കുന്നത് വെറും കടമല്ല, പൈസയടക്കമുള്ള പൈസയാകുന്നു. ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്നവൻ, ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്നവൻ, ഇങ്ങനെ വിസറുന്നവൻ, അവന്റെ കുടുംബത്തിൽ അല്ലാഹു റഹ്മത്ത് ചെയ്യുമോ? അവന്റെ പണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. വിദ്യാഭ്യാസത്തിൽ അല്ലാഹു നന്മ ചെയ്യുമോ? അവന്റെ മനസ്സിൽ അല്ലാഹു സമാധാനം തരുമോ? മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാരും കടക്കാരാണ്. ചോദിക്കൂല, അതൊരു ഭാഗ്യമാണ്. എന്ത് ഈ കടം വരുത്തുന്നു? ഈ പറയുന്ന കടമായി പറയുന്നത് യാതൊരു തെറ്റുള്ളതാണ്. എല്ലാനും വഴിയുണ്ട് അല്ലേ? ബാങ്ക് ലോൺ, അത് സുബ്ഹാനല്ലാഹ്. വാഹനങ്ങളുടെ പെരുപ്പം കാരണം ലോണുകൾ സിമ്പിൾ. എല്ലാവരുടെയും പ്രഖ്യാപനം എന്താ? ചില പത്രത്തിലൊക്കെ ചില നിങ്ങൾക്ക് വാഹനം, എന്നിട്ടോ ഒരു രൂപയുടെ ചില്ലറ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? വാഹനം മേടിക്കാൻ തീരല്ലാത്ത സാധനമാണ് 1 രൂപയുടെ ചില്ലറ. ബാക്കിയൊക്കെ പലിശ. നിസ്കരിച്ച് ദ്വാരന്നിട്ടാണിത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഉസ്താദിനോടൊക്കെ ദ്വാരക്ക് അധികം കൊടുത്തിട്ടാണ് ഉസ്താദ് ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല. ദ്വാരക്കണം മോമിനെ, ഞാനിത് പരിഹസിക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ ഇതൊന്നും ഒരു തെറ്റായിട്ട് എന്തേ നമ്മൾ കാണാത്ത അല്ലേ? ചോദിക്കുകയാണ്, എവിടുന്നാ വരുന്നത്? ഞാൻ കോട്ടക്കൽ ബാങ്കിൽ പോയതാണ്, എന്നാ കുറച്ച് കാശ് മേടിക്കാണ്ടായിരുന്നു. ലോണാണ്. അപ്പൊ നിങ്ങൾ നാളെ ഇങ്ങനൊരു വാള് കേട്ടില്ലെങ്കിൽ ലോണങ്ങനെ മേടിക്കാന്ന്. അതൊക്കെ എല്ലാം ചെയ്യുന്നതല്ലേ? ഭയങ്കര ന്യായം. എല്ലാവരും ചെയ്യുന്നതല്ലേ? ഈ ഒരു ന്യായമല്ലാത്ത എന്ത് ന്യായം രണ്ടാമത്തേതുള്ളത്? ഏത് പലിശ വാങ്ങാനും, ഏത് പലിശ കൊടുക്കാനും, ഏതിനെടുക്കാനും ഒറ്റ ന്യായമുള്ളൂ. എല്ലാവരും അല്ലേ? എല്ലാവരുമാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? മുന്നിനെ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ചെയ്യുമല്ലോ. നമ്മൊന്നും ചെയ്യുന്നത് ചെയ്യേണ്ടവനാണ്. നമ്മൾ ഈമാനുള്ളവൻ ചെയ്യുന്നതും ചെയ്യുന്നത് ചെയ്യേണ്ടവരാണ്. എല്ലാവരും ചെയ്യേണ്ടത് ചെയ്യുന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണമേ. അല്ലാഹ് പറയാ, അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാക്കണമേ. എന്റെ സഹോദരിമാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ വരൽ സ്വാഭാവികമാണ്. വീട് വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പലിശക്ക് കടമെടുക്കാൻ ഭർത്താവ് പോകുമ്പോ അവനെ പ്രതിരോധിച്ചു നിർത്തുന്ന ബാധ്യത പെണ്ണുങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം. മക്കളതിനാഗ്രഹിക്കുമ്പോ വാപ്പമാരെ നിങ്ങൾ ദോഷിക്കണം. ഓർമ്മലിച്ചാലും വേണ്ടില്ല, വാടക വീട്ടിൽ താമസിച്ചാലും വേണ്ടില്ല, കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, വിശപ്പനുഭവിച്ചാലും വേണ്ടില്ല, ഒരിക്കലും ഞാൻ പലിശക്ക് പണമെടുക്കുകയില്ല. ഞാൻ ഈ തിന്മയുടെ ഭക്ഷണം കഴിക്കുകയില്ല. എന്റെ ഭക്ഷണത്തോട് ഞാൻ ഹറാം ചേർക്കുകയില്ല. എന്റെ വീടിന്റെ ചുമരുകളിൽ, അതിന്റെ കല്ലുകളിൽ, അതിന്റെ സിമന്റുകളിൽ, അതിന്റെ അടിത്തട്ടിലും ഞാൻ ഹറാം പ്രവേശിപ്പിക്കുകയില്ല. തീരുമാനിക്കാൻ കഴിയണം അല്ലേ? എന്തൊരു സൗഭാഗ്യമാണ്. അലൈക്കും അൻഫുസകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. വിസ വന്നു, ഗൾഫിൽ പോവാന്
വിസ വന്നു. എന്താ വേണ്ടത്? 1 ലക്ഷം രൂപ പോരാ, 1.25 ലക്ഷം രൂപ വേണം വിസ, ടിക്കറ്റ് എല്ലാം കൂടെ ആയിട്ട്. അന്ന് ഭാര്യയോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന എത്ര, പിന്നെ സംസാരിക്കില്ല. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാണ്. എന്താ? ഗൾഫിലൊരു വിസ. എന്താ അതിന് ഇത്ര വലിയത്? നിങ്ങൾ ഇന്നാളും പറഞ്ഞിരുന്നല്ലോ, ഇത് പഴയ പോലെ ഉള്ളത് ഉറപ്പാണ് സംഗതി. 1.25 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപയെ. പിന്നൊരു സമാധാനിപ്പിക്കാനാണ്, ഒരു പ്രശ്നമല്ല അതിന്. നിന്റെ 2 വള, അതുപോലെ എന്റെ കഴുത്തിലുള്ള ഇതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടുപോയിട്ടൊന്ന് പണയം വെച്ചിട്ട് 1.25 ലക്ഷമല്ല, ഞാൻ 2 മാസം കൊണ്ട് ഉറപ്പായിട്ട് അത് എടുത്തു തരാം. അല്ലേ? ഇതൊരു തെറ്റാണെന്നോ, ആ പണം വാങ്ങുന്നത് ശരിയല്ലാത്ത പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണെന്നോ ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാത്തിടത്തോളം കാലം ഇയ്യാകും വമുഹഖിറാത്തിൻ ദുനൂബ്, പാപങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഇന്നകുന്ന യജ്തമിഅന അലർ റജുലി, അതിങ്ങനെ ഒരുമിച്ച് കൂടും, ചെറുതും 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 ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഈ മനുഷ്യന്റെ ദുനിയാവും ആഖിറത്തും അത് നശിപ്പിക്കുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അറിയൂ, അല്ലാഹു നമ്മെ കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അള്ളാന്റെ പരീക്ഷണമാണ് പെട്ടെന്നുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത്. പഴയകാലത്തത് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഒരു 10-15 കൊല്ലം മുമ്പ് പെട്ടെന്ന് മരിച്ചു പോകുന്ന വാർത്തകളൊക്കെ വളരെ കുറവാണ്. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി, ആരോടും പറയാതെ മരിച്ചുപോയി. എന്നാൽ ഇന്നതിങ്ങനെ വർദ്ധിച്ചിരിക്കുകയാണ്. ആര് മരിക്കുന്നു, എപ്പോ മരിക്കുന്നു, അപകടത്തിൽ പെടുന്നു, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ത്? പെട്ടെന്ന് ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോവാ. അങ്ങനെ വന്നാൽ, അങ്ങനെ ഇതിൽ സംഭവിച്ചാൽ, അല്ലേ, ബാദിറൂബിൽ അഅമാൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് വേഗത്തിൽ ചെല്ലുക. ബാദിറൂബിൽ അഅമാൽ, അടുക്കുക. ഇത് നിങ്ങൾക്ക് വരാനുണ്ട് പരീക്ഷണമാവും. പെട്ടെന്നുണ്ടാകുന്ന മരണം എന്ന് പറയുന്നത്. അങ്ങനെ മരിച്ചുപോയാൽ ഈ പലിശാക്കും പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരിച്ച് ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ട കേട്ടാൽ അവൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കുന്ന രൂപം ഖുർആനാണ് പറയുന്നത്. അവൻ വരിക ഭയമായ ബാധ ബാധിച്ചതുപോലെ അവൻ ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരുമെന്ന് അല്ലേ? എന്താ ചെയ്യാ? ഞാൻ കൊടുങ്ങല്ലൂരിൽ ദാറുൽ ഹുദായുടെ ഒരു സഹസ്ഥാപനത്തിൽ, അതിന്റെ ഒരു ബ്രാഞ്ചിൽ, ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ ഉസ്താദായി ജോലി ചെയ്യുന്നയാളാണ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം 5-ാം തീയതി അത് കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടായത്. 10 വയസ്സായ കുട്ടികളെ അവിടെ ചേർത്തത് കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന്. അന്ന് മലപ്പുറം ജില്ലയിലെ പൂക്കുളത്തൂരിൽ നിന്ന് ഒരു ചെറിയ 10 വയസ്സായ ഒരു കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് വാപ്പ വന്നു. വാപ്പ പറഞ്ഞു, ഞാന് 15-ാം തീയതി സൗദിയിൽ നിന്ന് വരേണ്ടയാളാണ്. ഞാൻ 5-ാം തീയതി തന്നെ കമ്പനിയോട് പറഞ്ഞ് നേരത്തെ ലീവ് വാങ്ങിയത് 5-ാം തീയതിയാണ്. ഇവന്റെ കൊണ്ടാ വന്നത്. അങ്ങനെ ഇയാള് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയാണ് വന്നത്, ഇന്ന് രാവിലെ നേരെ ഇങ്ങോട്ട് ഇത് ചെയ്തു. അങ്ങനെ ചെറിയ ഒരു കുട്ടിയാണ്. അടുത്ത വ്യാഴാഴ്ച കുട്ടികളൊക്കെ വല്ലാത്ത കരച്ചിലായിരിക്കും. എനിക്ക് വാപ്പാനെ കാണണം, ഉമ്മാനെ കാണണം, വീട്ടിൽ പോകണം, നാട്ടിൽ പോകണം. വ്യാഴാഴ്ച വൈകുന്നേരം ഉസ്താദിന്റെ ഫോണിലേക്ക് ഈ വാപ്പ വിളിക്കാണ്, മോനെ ഒന്ന് കിട്ടുമോ? കിട്ടും. മോനെ കിട്ടി, സംസാരിച്ചു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ മോമല്ലാതെ നാളെ ഞാൻ വെള്ളിയാഴ്ച പോലേക്കൊന്ന് കോളേജിൽ വരാം, അവനൊന്ന് കാണാലോ. മോന് പിന്നെ വിലോഷായി, വാപ്പ വരുമല്ലോ. ദിവസം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടിൽ ഉസ്താദിന്റെ ഫോണിലേക്ക് കോള് വരുന്നത്, ഉസ്താദേ നമ്മുടെ ഇന്നാലിലൂടെ വായിക്കുന്നു.
38 വയസ്സേ ഉള്ളൂ. പടച്ച തമ്പുരാനെ, ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാണല്ലോ. മൂപ്പന്റെ മരണവാറെന്താ? ഈ പൊന്നുമോനെ അവിടുന്ന് പുറത്തില്ലേ, എന്ത് ചെയ്യും? എങ്ങനെ ഈ വിവരം പറയും? ചിന്തിച്ചു നോക്കും. കഴിഞ്ഞില്ല. ഇവന് പറഞ്ഞു, മോനെ നമുക്ക് പോവാൻ നീ വാ. ഇവന്റെ ഒരു സന്തോഷം, കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു വേദനയും വിഷമൊക്കെ ഉണ്ടാകുമ്പോ വീട്ടിലേക്ക് പോകാനുള്ള അവസരം ഉസ്താദുമാരോട് കൂടെ ഭയങ്കര സംഖ്യയായി. വാമിങ്ങനെ പോകുമ്പോ ഉസ്താദുമാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ ആ പിഞ്ചു മോനോട് പറഞ്ഞു, മോനെ ഭക്ഷണം കഴിക്കാതെ എല്ലാക്കുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, വീട്ടിലെത്തി കഴിച്ചോളാം, വാപ്പാന്റെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. വാപ്പ വന്നിട്ട് ഉപ്പ എന്നെ കാത്തിരിക്കും, വാപ്പ കഴിച്ചോളാം, എനിക്കൊന്നും വേണം, വേഗം വീട്ടിൽ പോയാൽ മതി. ഈ പൊന്നുമോനുമായി പോയി. മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, ഇവനോട് എങ്ങനെ പറയണം, എന്തിനു പോകുന്നു എന്ന് പറയണം. രാവിലിങ്ങനെ വരും, കുറെ ആൾ ചോദിക്കും, അവനിങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അവസാനം അവിടെ എത്തി പറഞ്ഞില്ല. വീടിന്റെ മുന്നിൽ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നു, എല്ലാവരും ഇവനെ നോക്കുന്നു, അവന്റെ ജീവിടിച്ച് കൊണ്ടുപോകുന്നു. വീടിന്റെ പൂമുഖത്തേക്ക് പോയപ്പോ അവന്റെ പ്രത്യേക വൈകുന്നേരം നിന്ന് ആ പൂമുഖത്ത് നീണ്ടു നിവർന്ന് മയ്യിത്തായി ചലനമറ്റ് കിടക്കുന്നതുകൊണ്ട് അല്ല ആശ്ചര്യത്തോടെ പെട്ടെന്ന് ഭാവിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രംഗമാണ്. അല്ലെ മൗത്തങ്ങ് അങ്ങരോടും പോയത് രാവിലെ വേണ്ടി ചായത്രം വായിക്കായിരുന്നു, പെട്ടെന്നുണ്ട് അവിടുന്ന് മരിച്ചു. സൂക്ഷിക്കേണ്ട ചെറുപ്പക്കാരെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. പാപങ്ങളും അധർമ്മങ്ങളും അരാധങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കാൻ, ഈമാനോടെ ജീവിക്കാൻ നോക്കുക. അല്ലേ? അതാണ് വേണ്ടത്. പഴയ കാലത്തെ പോലെയല്ല. തെറ്റിന് എത്ര അവസരം വേണ്ടിയിരുന്നു പറയണം. ഏറ്റവും ചുരുക്കി ഇറങ്ങണം, എന്നിട്ട് ഒരാളെ കണ്ടത്രയും നുണ കേൾക്കാൻ ഒരാൾ വേണ്ടേ, എന്നിട്ട് അയാൾ വിൽക്കണം, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ പോണൊരു നുണ പറയണമെങ്കിലൊക്കെ പഴയ കാലത്ത് വലിയ ബുദ്ധിമുട്ടാ. ഒരു നുണ പ്രചരിപ്പിക്കാൻ, ഒരാളെ ഗീബത്ത് പറയാൻ. പടച്ചോനെ, ആരും കൊണ്ടതല്ലേ, ഞങ്ങൾക്കൊന്നും അതിനൊരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ എന്നാണോ പറയുന്നത്? അല്ല, ഈ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് ഗീബത്ത് നമ്മൾ ആരും വേണ്ട, അടുത്ത ആരും വേണ്ട, അല്ലെ? നമീമത്ത് ആരും വേണ്ട, മൊബൈൽ ഉണ്ടായാൽ മതി. എല്ലാം പാട്ടും ഗീതവും സിനിമയും സീരിയലും ഒക്കെ ഒരു തരം നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ഗ്രസിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ തലമുറ ഇങ്ങനെ അകന്നു പോവാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത്, നിങ്ങളൊക്കെ പറയും, ഞാൻ ചെറുപ്പകാലത്ത് നീന്തം പഠിക്കാൻ പോയിരുന്നു, നീന്തിയിരുന്നു. ഇല്ലേ? നിങ്ങൾ ഇരിങ്ങല്ലൂരിൽ പുഴ ഉണ്ടോ? നീന്തിയിരുന്നു, പുഴയിൽ നീന്തിയിരുന്നു. മീൻ പിടിക്കാൻ പോവാത്ത ആരവിടെ? വള്ളി ചാടാർത്തികളാരുള്ളത്? വളപ്പൊട്ട് അല്ലേ? കൊത്ത് എന്തായാലും പറയാം. ഈ കല്ലിങ്ങനെ ഇട്ടിട്ട് പെൺകുട്ടികൾ കളിക്കുന്ന ഒരു കളിയുണ്ട്, പറയാം, കളിക്കുക. അങ്ങനെ കല്ല് തന്നെ ഏറ്റവും വലിയ കളിയായിരുന്നു. 4-5 കളി കല്ലും വെച്ചിട്ട് ഇങ്ങനെ കല്ലുകൾ വെട്ടിയിട്ട് കളിക്കുക. അതൊക്കെ വലിയ കളി. ഇന്നത്തെ മക്കളുടെ കളി എന്താ? അവര് കേവലം കളിയല്ലത്, അവര് പഠിക്കുന്ന തരം സംസ്കാരമാണ്. കാരണം അവര് കളിക്കുന്നത് ഉണ്ടല്ല, നീന്തിയിട്ടല്ല, ഇടപെട്ടിട്ടല്ല, ആരുമായി ഇടപെടാതെ നമ്മൾ വാങ്ങിക്കൊടുത്ത ടാബ്ലറ്റ്, നമ്മുടെ മൊബൈലില് അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ തടയുന്നുണ്ടോ? നമ്മൾ വിളിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അഡിക്റ്റുകളായി, അതിന്റെ അടിമകളായി മാറുമെന്നുള്ളതാണ്. മാനസികമായി അസമ്മർദ്ദമുണ്ടാകുമെന്നുള്ളതാണ്. മക്കൾ ഭക്ഷണത്തോട് വിരക്തിയുള്ളവരാകും, സ്നേഹമില്ലാത്തവരാകും, ഒരുതരം ശൂന്യാകും. ഗെയിമിന്റെ കോലം നിങ്ങൾ നോക്കൂ. മക്കളെ ആ ഗെയിം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും കഴിയാത്ത ഒരുപാട് സംവിധാനങ്ങളാണ് ഓരോ ഗെയിം. എന്നിട്ട് നമ്മൾ അതാണ് പ്രസന്റേഷനായിട്ട് നൽകണം. അല്ലേ? ഇതൊക്കെ ഇയാൾ അങ്ങനെ ചിന്തിക്കല്ല മുമ്പിനെ, നന്മ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലേ? എന്തൊക്കെയോ കയറിന് വേണ്ട. പഴയ കളി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, മണിക്കൂറുകൾ, നിരവധി സമയങ്ങൾ. കുട്ടികൾ കാർട്ടുകളുടെ അടിമ, കാർട്ടൂൺ ചാനലുകൾ, അതുമായി ബന്ധപ്പെട്ട കളികൾ,
എന്റെ പ്രിയപ്പെട്ട, ഒരിക്കലും നമ്മൾ അതിന്റെ അടിമകളായി മാറരുത്. അതാക്കരുതേ നിങ്ങൾ. സമ്മാനമാവാം, പക്ഷേ അതിന് വ്രണം വേണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്റെ മോൻ വലിയ ബുദ്ധിമാനാണ്. ചില രക്ഷിതാക്കൾ പറയാം, അവൻ ഈ മൊബൈലിൽ അറിയാത്തൊരു ഓപ്ഷനും ഇല്ല. എന്നെക്കാളും കൂടുതൽ മോനറിയാം. എത്ര വയസ്സായ മോന്? 2 വയസ്സായ മോനുണ്ടല്ലോ ഇതിൽ പാട്ട്, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കില്ലാത്ത പണിയൊന്നും അവൻ വളരെ ഉഷാറാണ്. അതെല്ലാവർക്കും കഴിയുന്ന സംഗതിയാണ്. നമ്മൾ 25 വയസ്സായപ്പോഴാണ് മൊബൈൽ ആദ്യമായിട്ട് കണ്ടത്. മോൻ ജനിച്ച് വീഴുന്നതിന്റെ മുമ്പ് തന്നെ മൊബൈലിലെ പാട്ടേക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? ഇതാ വ്യത്യാസം. ഒരിക്കലും മക്കളെ ആ വഴിയിലൂടെ നമ്മൾ നിലനിർത്തിയാൽ, അവർ സംഗീതത്തിന്റെ അടിമകളായി മാറിയാൽ, അവർ വീഡിയോ ഗെയിമുകളുടെ അടിമകളായി മാറിയാൽ, അതുപോലെ അവർ ഗാനങ്ങളുടെയും അതിൽ കാണുന്ന ദൃശ്യങ്ങളുടെയും ആയ ലോകത്തവർ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ, അവരിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് എന്റെ ഉമ്മ നിങ്ങളോട് സ്നേഹത്തോടെയുള്ള ഒരു വാക്കലം പറയുക? എന്റെ ഉപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ആ പുല്ലുമോന് ദുആ ചെയ്യുക? നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിയന്ത്രിക്കാം, അത്രേ പറയുള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടാബ്ലറ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, മൊബൈലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൻതഖൂനൽ വലദു ഗൈളാ. മക്കള് എപ്പോഴും ദേഷ്യപ്പെടുന്ന മക്കൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. തുമ്പ് പിടിക്കുന്ന മക്കൾ, വാപ്പാനെ തെറിവിളിക്കുന്ന മക്കൾ, ഉമ്മ പറഞ്ഞതനുസരിക്കാത്ത മക്കൾ, ചെറുപ്പം മുതൽ തന്നെ ദേഷ്യത്തിന്റെയും അതുപോലെയുള്ള സ്വഭാവത്തിന്റെയും അങ്ങനെ നിൽക്കുന്ന മക്കൾ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നമ്മുടെ ഈ ഹിദായത്ത് സുബിയാനിൽ പഠിക്കുന്ന നമ്മുടെ സന്തതികൾക്ക് ഒരിക്കലും നമ്മൾ അതിന് അവസരം നൽകരുത് അല്ലേ? ഈമാനോടെ ചിന്തിക്കുക. നമ്മളുടെ ലക്ഷ്യം ആ മക്കൾ നന്നാവുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസ് മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവാ أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. സൂറത്തുൽ ലുഖ്മാനിന്റെ 6-7 ആയത്തുകളാണിത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നും കൂടി എണീറ്റ് യാ അള്ളാഹ്, ഒന്നും കൂടെ എല്ലാവരും എണീറ്റിക്കുമ്പോൾ വേറൊരു സൗകര്യമുണ്ട്. അഥവാ കേട്ട് 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 ചെവിയൊക്കെ ആകതായി പോയ ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മെല്ലെ 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 യാ അള്ളാഹ്. അള്ളാഹു എല്ലാവരും ഇഖ്ലാസും നൽകട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സദസ്സിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അല്ലാഹു ഖൈർ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും. അല്ലാഹു തആല ഈമാൻ നൽകട്ടെ. എല്ലാവരും ഇരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റുമായി സംഘാടകരുമാണ്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഒരുപാട് സാമ്പത്തികമായ ബാധ്യതയുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ നല്ല ഒരു സ്വഭാവത്തിലേക്ക് നിക്ഷേപിക്കണം. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു 100 രൂപയെങ്കിലും ആ ബക്കറ്റിൽ എല്ലാവരും ഇടണം. ഇൻഷാ അല്ലാഹ് റഹ്മാനായ തമ്പുരാൻ അല്ലാഹു തആല ഇതിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഖബൂല അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നദർ ബിനുൽ ഹാരിസ് എന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ പലപ്പോഴും മറ്റു നാടുകളിലേക്ക് പോകും. ഷാമിലേക്ക് പോകും, യമനിലേക്ക് പോകും, അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അവൻ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു.
ജനങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ ഖുർആനിനെതിരായി ഇത് കെട്ടുകഥയാണ്, ഇത് മുഹമ്മദ് പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെ കുറെ കുപ്രചരണങ്ങൾ നടന്നു. അവന്റെ ഈ കുപ്രചരണം ആരും സ്വീകരിച്ചില്ല. അവസാനം അവൻ ഒരു പണി ചെയ്തു. അവൻ വിദേശത്ത് പോയപ്പോ അവൻ കാണുകയാണ്, അവിടെയുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നു. കുട്ടികൾ അവരുടെ ശരീരത്തിന്റെ മാദകത്വം പ്രദർശിപ്പിച്ച് പെൺകുട്ടികൾ അവിടെ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ അവർ വെളിവാക്കിയിരിക്കുകയാണ്. എന്നിട്ടവരിങ്ങനെ സംഗീതം ആലപിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതം. ഇവൻ ഇവരോട് സംസാരിച്ചു. എന്നിട്ട് അവരുമായി ഇവൻ കച്ചവടമുറപ്പിച്ചു. അവർ മക്കയിലേക്ക് വരാം, അവര് പാട്ട് പാടാം, പകരം പണം കൊടുത്താൽ മതി. നവറിന്റെ മനസ്സിൽ തന്നെയാണ്, പണം കൊടുത്താൽ ഇവര് പാട്ടുപാടിയാൽ ജനങ്ങൾ ഖുർആനിൽ നിന്നകലുമല്ലോ, അവര് ഖുർആൻ ഉപേക്ഷിക്കുമല്ലോ. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ നവറുബിനുൽ ഹാരിസ് ഇവരെ മക്കയിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ ഇവർ വന്നു, ഇവര് പാട്ടുപാടി ജനങ്ങളുടെ പാട്ട് കാണുന്നു. ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകന്നു. അല്ലാഹു നബിയോട് പറഞ്ഞു, നബി വമിനന്നാസ്, ജനങ്ങൾക്കിടയിലുണ്ട് ആര്? മുരാഗം ആളുകൾ വിനോദ സംസാരങ്ങൾ വാങ്ങുകയാണ്. വിനോദ സംസാരങ്ങൾ, അവർ പാട്ടുകൾ വാങ്ങാണ്, അവർ TV വാങ്ങുകയാണ്. വാങ്ങുന്നതിനല്ല കുഴപ്പം. എന്നിട്ട് അതിലൂടെ എന്താണെന്ന് സിനിമ കാണുന്നു, അവർ സീരിയൽ കാണുന്നു, അതവർ ആസ്വദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടിയാണ്. ജനങ്ങളെ അകറ്റാൻ ഡിവൈസ് കൊണ്ടുപോയാൽ, മക്കളുടെ കയ്യിൽ വാങ്ങിക്കൊടുത്താൽ, TV വാങ്ങിയിട്ട് കേബിൾ കണക്ഷൻ അതിൽ വരുത്തിയിട്ട് ഓരോ ചാനലുകളിലൂടെയും മാറി മാറി സിനിമകൾ നമ്മയും മക്കളും ആസ്വദിച്ചു കഴിഞ്ഞാൽ അതിനല്ലേ പണം കൊടുത്തു വിനോദ സംസാരങ്ങൾ വാങ്ങുന്നവർ അല്ലേ? എന്നിട്ടോ ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് വളരെ വളരെ നിസ്സാരമാക്കുന്ന ശിക്ഷയുണ്ട്. ഇതൊക്കെ പറഞ്ഞാലോ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ ഓതപ്പെട്ടു കഴിഞ്ഞാൽ, വചനങ്ങളിൽ പാരായണം ചെയ്യപ്പെട്ടാൽ അതൊന്നും അവർക്ക് വിഷയമല്ല. വല്ല മുസ്തക്ബിറ, അഹങ്കാരികളായിട്ട് അവർ തിരിഞ്ഞു പോകും. ഞങ്ങളെയും നിന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അത് കേൾക്കാത്തതുപോലെ ഖസ്വത്തുൽ ഖൽബിയ കാലമാണ് എന്ന് പറഞ്ഞാൽ, നന്മ കേട്ടാൽ ചലനവും സൃഷ്ടിക്കാത്ത മനസ്സ്, ഹൃദയത്തിലൊരു നന്മയും സൃഷ്ടിക്കാത്ത മനസ്സ് എന്താവുക? അവർക്ക് വേദനാജനകമായ നബിയെ നിങ്ങൾ അവരോട് സന്തോഷവാർപ്പിക്കുക. ഈമാനുള്ളവരെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, വാട്സപ്പ് ഉപയോഗിക്കുന്നത്, ഫോൺ ഉപയോഗിക്കുന്നത്? ഹറാമിന്റെ അതിർവരമ്പുകൾ നമ്മൾ എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആണും പെണ്ണും തമ്മിലുള്ള ഇടപെടലുകൾക്ക് പഴയ കാലത്തൊക്കെ ഒരു ഹറാമിന്റെ ചുവയുണ്ടായിരുന്നു. ഇന്ന് എന്തേ അതില്ലാതെയായി പോയി? എന്താണ് വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കാത്തത്? നമ്മൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട ഏറ്റവും കാര്യമാണ് അല്ലാഹു താലിതമാക്കിയ ഇത്തരം സങ്കലനങ്ങളും ഇടപെടലുകളും പേടിയോടെയും ഭയത്തോടെയുമേ കാണാൻ കഴിയൂ അല്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കുന്നുകൾ പോലെ നമ്മുടെ തലയുടെ മുകളിൽ കൂടാൻ തുടങ്ങി അല്ലേ? ഫേസ്ബുക്ക്, വാട്സപ്പ് ഏറ്റവും വലിയ ഒന്ന്. അതിലൂടെ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. സമയം അത് പറഞ്ഞ എന്താ മറുപടി പറയാം? അല്ലാഹുവേ, ഒരു സമയം എനിക്ക് തരുമോ? സമയത്ത് ചോദിക്കും.
അതിലൂടെയുള്ള ഹറാമുകളോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺകുട്ടികളുടെയൊക്കെ ഫോണുകളും അവരുടെ ഇടപെടലുകളും ശ്രദ്ധാപൂർവം നമ്മൾ വീക്ഷിച്ചിട്ടില്ല എങ്കിൽ അപകടങ്ങൾ കേൾക്കേണ്ട സാഹചര്യം വരും. പടച്ചോ നമ്മളെ കാക്കട്ടെ, മക്കളെ കാക്കട്ടെ. എന്തൊക്കെ വാർത്തകളാ കേൾക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അള്ളാഹു എന്താ പറയുന്നതെന്നറിയോ? പെണ്ണുങ്ങളെ, ഇനിത്തക്കൈത്തുന്ന നിങ്ങൾക്ക് അള്ളാനെ പേടിയുണ്ടെങ്കിൽ അന്യ പുരുഷന്മാരുമായി കൊഞ്ചിയും കുഴഞ്ഞും നിങ്ങൾ സംസാരിക്കല്ലേ. ഫോണിൽ സംസാരിക്കുകയാണ്, അല്ലെ വീട്ടിൽ വന്നപ്പോ സംസാരിക്കുകയാണ്, അങ്ങനെ സംസാരിക്കല്ലേ. എന്നൊരു വിഷയമല്ലോ. പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോ അല്ലേ എല്ലാവരും പ്രേമിക്കൂ എന്നാ പറഞ്ഞത്. ഒരു അതിർവരം പോയി. ഇപ്പോഴോ മലപ്പുറം നമ്മുടെ ഈ ചാലിയാറിന്റെ തീരപ്രദേശത്തുണ്ടായിരുന്ന മൊയ്തി ബോൾ താരം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രേമത്തിലായതിന്റെ കഥ പറയുന്ന സിനിമ കാണാൻ പെരുന്നാളിന്റെ പിറ്റേ ദിവസങ്ങളിൽ പോലും ചെറുപ്പക്കാർ തിയേറ്ററുകളിൽ തിക്കിത്തിരക്കി. ഏത് പെരുന്നാളിന്റെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം കാരണം എന്ന് വിറക്കേണ്ട പെരുന്നാളിന്റെ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ചിന്തിക്ക പഠിച്ചോനെ, ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നതും ശരിയാണോ? അത്രേ പറയാൻ കഴിയുള്ളൂ. വാട്സപ്പ് ഒക്കെ ആരെക്കുറിച്ചും അപവാദം പറയാൻ നിൽക്കരുത്. ഈ വിരൽ തുമ്പുകൾ നാളെ അല്ലാഹു ചോദ്യം ചെയ്യുന്നതാണ്. കാല് സവറയും ഒന്നില്ല. നമുക്ക് ചിന്തിച്ചു നോക്കൂ. ഈ തുമായത്തിൽ നമ്മൾ അല്ലാഹു തആലയിലേക്കടുത്ത് ഖുർആനോടി നിസ്കരിച്ച് വിക്റുകൾ ചൊല്ലി നല്ലവരായി എത്തിയിട്ടില്ല എങ്കിൽ എന്താണ് ബാലൻസ് ഉണ്ടാവുക? വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചതുണ്ടാവില്ല. ഫേസ്ബുക്കിലൂടെയുള്ള ഫ്രണ്ട്സുകൾ നമുക്ക് സഹായം ചെയ്യില്ല. അല്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇക്രിമ ബിൻ അബീ ജഹൽ അബൂജഹലിന്റെ മോനാണ്. മക്കം ഫത്ഹ് ഹിജ്റയുടെ 8-ാം വർഷം മക്കം ഫത്ഹ് മക്കയിലേക്ക് കീഴടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പ്രധാനപ്പെട്ട 20ഓളം വരുന്ന ശത്രുക്കളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഉടനടി കൊല്ലണേ എന്ന നിർബന്ധമായ താക്കീത് പറഞ്ഞു. എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ ഉടനടി കൊന്നുകളയോ. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മക്കയിലുള്ള പലരും വരികയാണ് മുസ്ലിമാകാൻ. ഒരിക്കലും പെണ്ണുങ്ങൾ വന്നു, നബിയേ ഞങ്ങളിതാ വന്നിരിക്കുന്നു, നിങ്ങളാരാണ്? ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയേ ഞാൻ ഹിന്ദ് ഉത്ബ, ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ്, സൗജത്തു അബീ സുഫിയാൻ, അബൂ സുഫിയാനാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഷ്ണം കഷ്ണമായി കൊന്നുകളഞ്ഞ ഹിന്ദ്, കരൽ ചവച്ചു തുപ്പിയ ഹിന്ദ് മുസ്ലിമായി മാപ്പൊടുത്തു. രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയേ ഞാൻ ഉമ്മു ഹകീമാൻ. ഏത് ഉമ്മു ഹകീം? അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഇക്രിമയുടെ ഭാര്യ. ഇക്രിമയുടെ ഭാര്യ? അതെ. എവിടെ നിന്റെ ഭർത്താവ്? ഭർത്താവ് ഓടിപ്പോയിരിക്കാണ്. കൊല്ലാൻ ഉത്തരവിട്ടല്ലോ, ഓടിപ്പോയിരിക്കുകയാണ്. എന്നാൽ നബിയേ ഞാനിതാ മുസ്ലിമാകുന്നു, എന്റെ ഭർത്താവിനെ അങ്ങ് സംരക്ഷിക്കുമോ? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെയോ? നബി പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ മുസ്ലിമായല്ലോ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭർത്താവിനെതിരായുള്ള ആ തീരുമാനം ഞാൻ പിടിക്കുകയാണ്.
ഉമ്മു ഹക്കീം ഇറങ്ങി തന്റെ ഒരടിമയെ കൂട്ടി എന്നിട്ട് യാത്ര പോവുകയാണ്. ആളുകൾ പറഞ്ഞു, ഭർത്താവ് യമനിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇന്നാലിന്ന കടൽ തീരത്ത് കപ്പലും കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടിങ്ങനെ പോയി ദിവസങ്ങൾ യാത്ര ചെയ്തവിടെ എത്തിയപ്പോഴോ അത്ഭുതപ്പെട്ടു. ഉമ്മു ഹക്കീം വന്നിരിക്കുന്നു. എന്താ ഉമ്മു ഹക്കീം? ഞാൻ നിങ്ങളെ മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു തുറന്നതാണ്. മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നത് തന്നെ മുഹമ്മദ് നബിയെ പേടിച്ചിട്ടാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആ വധശിക്ഷ പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സംരക്ഷണം വാക്ക് തന്നിരിക്കുന്നു. മുഹമ്മദ് നബി വാക്ക് പറഞ്ഞാൽ അതൊരു വാക്ക് തന്നെയാണ്, പേടിക്കേണ്ടതില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇത് മാറൂല. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും പോയാലോ? പോവാം. അങ്ങനെ അവർ പോയി യാത്ര ചെയ്ത് മക്കയിലെത്തുകയാണ്. നബിയെ കാണേണ്ടി ഒരുങ്ങുകയാണ്. റസൂലുള്ളാഹിക്ക് ഈ വിവരം കിട്ടി, ഇക്രിമ വരുന്നുണ്ട് എന്ന്. ഫേസ്ബുക്കിലൂടെ ആക്ഷേപങ്ങൾ നൽകുന്നവർ, ഫോട്ടോകൾ ഹറാമായി ഷെയർ ചെയ്യുന്നവർ റസൂലുള്ളാഹിന്റെ സൂക്ഷ്മത ആലോചിക്കേണ്ടതാണ്. നല്ലവരാകേണ്ടവരാണ്. ഖൈറിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ്. ഇബ്നു അബീദ വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോ റസൂലുള്ള സ്വഹാബികളെ വിളിച്ചു, സ്വഹാബാ ഇക്രിമ വരുന്നുണ്ട്, ഇക്രിമ വരുന്നുണ്ട്. ഇക്രിമ വന്നാൽ വലാ തസുബ്ബു അബാ. ഇക്രിമയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ പിതാവായ അബൂജഹലിനെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയില്ലേ. കാരണം നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അതൊരിക്കലും അബൂജഹലിനെത്തില്ല. അത് ജീവിച്ചിരിക്കുന്ന ഇക്രിമക്കും ഉമ്മു ഹക്കീമിന് ബുദ്ധിമുണ്ടാക്കും പറഞ്ഞു. പിറ്റേ ദിവസമായി ഇക്രിമത്ത് ബിൻ അബീ ജഹൽ വരുന്നു. നബിയിലിക്കടത്ത് നിന്ന് അബൂജഹൽ ഇക്രിമ ഇന്നത് കണ്ടപ്പോ സാധാരണ മേൽമുണ്ടില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ആരെയും സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. അതുപോലുമില്ലാതെ ഇക്രിമ അടുക്കൽ ഇക്രിമയെ കെട്ടിപ്പിടിച്ച് ഇക്രിമ ഇരിച്ചു. ദീനിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല ഈതനായ സ്വഹാബിയായി മാറി. കണ്ടോ? ഇങ്ങനെ നന്മയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുക. ആക്ഷേപങ്ങളും ആരോപണങ്ങളോ കുറക്കുക. ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്ന, എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏറ്റവും മുത്തഖിയായ ഒരു വിശ്വാസിയായി ഇക്രിമത്ത് ബിൻ അബീ ജഹൽ അല്ലോ നടക്കുകയാണ്. സഹാബിയായ അയ്യാശ് ബിൻ അബീ റബീഅ വെള്ളത്തിലേക്കാണ് വെള്ളം മായി വന്നു. തൊട്ടടുക്കൽ ഇക്രിമ വെട്ടേറ്റ് കിടക്കാണ്. വെള്ളം വെള്ളം അയ്യാശ് പറഞ്ഞു ഇക്രിമക്ക് കൊടുത്തു. ഇക്രിമ കിടന്നപ്പോഴുണ്ട് തൊട്ടടുക്കൽ ഹാരിസത്ത് ബിൻ അബീ റബീഅ അൽമാ അൽമാ വെള്ളം വെള്ളം പറഞ്ഞു. എനിക്ക് വേണ്ട, ഹാരിസക്ക് കൊടുക്ക്. മരിച്ചു, അയ്യാശും മരിച്ചു. റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം കിട്ടാതെ. ഇതാണ് നന്മ, ഇതാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ എല്ലാ തിന്മകൾ ഒഴിവാക്കി ധാരാളം ഖൈറുകൾ ചെയ്ത് ഇൻഷാ ഈ നാട്ടിലെ പുതിയ തലമുറ മുന്നോട്ട് പോകാൻ മദ്രസ പാടും. നിങ്ങൾ അതിന് ചില്ലറ സൗകര്യങ്ങളും കൂടെ ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സതിനൊരു തുടക്കം കുറിച്ചാൽ അത് ഏറ്റവും ഖൈറായി. നിങ്ങളൊക്കെ ആയിരങ്ങളും 10,000 ഒക്കെ കൊടുത്തിട്ടാണ് ഈ മദ്രസ ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് എന്നാലും ഈ മജ്‌ലിസിലിരിക്കുന്നവരൊക്കെ ഇന്നത്തെ ഈ ഒരു സദസ്സിന്റെ ബറക്കത്തിനെ ആഗ്രഹിച്ചു. എല്ലാവരും ആമീൻ പറയും. എല്ലാവരും നമ്മളുടെ വേണ്ടിയല്ല. നിങ്ങൾ പറയും ഞാൻ 5,000 കൊടുത്തു, ഞാൻ 10,000 കൊടുത്തല്ലോ, ഞാൻ കൊടുത്തോ, ആയിക്കോട്ടെ കൊടുത്തു, അതവിടെ കിട്ടിക്കഴിഞ്ഞു. അല്ലാഹു അത് എടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടതും കൂടെ ഇന്നത്തെ ഈ മജ്‌ലിസിലൂടെ അങ്ങ് പരിഹരിച്ചാൽ അല്ലാഹു തആല സ്വീകരിച്ച ഏറ്റവും വലിയ ഖൈറായി. അതുകൊണ്ട് ആളെ ഇതിലേക്കൊന്നും വെക്കാത്ത രീതിയിൽ ഈ സന്തോഷവേളയിൽ തന്നെ ഒന്ന് മനസ്സ് തുറക്കുക, ഒന്ന് ഹൃദയം തുറക്കുക. അല്ലാഹു തആല ഇരിക്കുന്ന പണത്തിൽ, ധനത്തിൽ നിന്ന് ഒരു ചെറിയ സ്വതക്ക ഇതിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുക. നല്ല ഒരു നിയ്യത്ത് മനസ്സിൽ വെക്കുക. അല്ലാഹുവേ, എന്റെ മോന് നല്ല ഈമാനുള്ള മോനാൻ, നല്ല ബുദ്ധി അവനുണ്ടാവാൻ, എന്റെ മോള് ആലിമത്താവാൻ, എന്റെ മോൻ ആലിമാകാൻ, എന്റെ മോന്റെ പഠനം ശരിയാവാൻ അല്ലാഹുവേ എനിക്ക് ഹജ്ജിൽ ഒരു നിയ്യത്ത് മനസ്സിലേക്കുകയും ചെയ്യുക.
നിങ്ങൾ സ്വതക്ക ചെയ്യുക. എല്ലാവരും മനസ്സുകൊണ്ട് പറയൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് കഴിയുന്നവർക്കുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കൈ ഉയർത്തിപ്പിടിയും നീ നൽകണേ അല്ലാഹ്. പടച്ചോനെ, സ്വതക്ക ചെയ്യുന്നവർ എന്ത് മുറാദോടെയാണോ സ്വതക്ക ചെയ്യുന്നത്, ആ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്.